വേനൽ മഴയ്ക്കൊപ്പം ഇടിമിന്നൽ. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. വേനൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലേറ്റ് പശു ചത്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പറവൂരിൽ മഞ്ഞങ്ങോട്ട് കരുണാകരൻ്റെ പശുവാണ് മിന്നലേറ്റ് ചത്തത്. വീടിന് തൊട്ടടുത്ത പറമ്പിൽ കെട്ടിയതായിരുന്നു പശുവിനെ. കനത്ത മഴയ്ക്കൊപ്പം 3 മണിയോടുകൂടിയുണ്ടായ ഇടിയിലാണ് പശു മിന്നലേറ്റ് ചത്തത്. 70,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ്, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി നാരായണൻ, ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി എൻ മോഹനൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പേ ഇവിടെ ശക്തമായ ഒരു ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തിരുന്നു. ആ സമയത്താണ് ശ്രീ മഞ്ഞങ്ങോട്ട് കരുണാകരൻ്റെ ഒരു ചെനയുള്ള പശു അത് ഇടിമിന്നലേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണ ക്ഷീര കർഷകനാണ്. പശുവിനൊക്കെ വളർത്തി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പശുവിനാണെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് അതിൻ്റെ ഇൻഷൂറിൻ്റെ കാലാവധി കഴിഞ്ഞത്. അപ്പോൾ ക്ഷീരവികസന വകുപ്പും അതുപോലെ തന്നെ മിൽമയും അദ്ദേഹത്തെ സഹായിക്കുന്നതിന് മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പശു ചത്തതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ മിൽമയും ക്ഷീരവികസന വകുപ്പും തയ്യാറാവണം. ദൈനംദിനം പശുവിനെ നോക്കി സംരക്ഷിച്ചാണ് അദ്ദേഹം കുടുംബം പുലർത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഈ നഷ്ടം നികത്തുന്നതിന് ഏകദേശം 70,000 രൂപ വില വരുന്ന ഒരു പശുവാണ് ഇപ്പോൾ ഇങ്ങനെ മിന്നലേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.